പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിത സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആകാംക്ഷ, ഭയം, ആശയക്കുഴപ്പം, ദുഃഖം, ഉത്തരം ലഭിക്കാത്ത അനേകം ചോദ്യങ്ങൾ തുടങ്ങിയ പ്രതികൂല ചിന്തകൾ വികാരത്തിരമാലകളായി മനസ്സിലെപ്പോഴും ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ 91-ാം സങ്കീർത്തനത്തിൽ നൽകുന്ന ആശ്വാസ സന്ദേശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 19-ാം വാക്യം: എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അസ്വസ്ഥമായ മനസ്സിലെ സംഘർഷങ്ങൾ വാങ്മയ ചിത്രമായി പല സങ്കീർത്തനങ്ങളിലും വിവരിക്കുന്നുണ്ട്. 42-ാം സങ്കീർത്തനം: എൻ്റെ ആത്മാവേ, നീ എന്തിനാണ് വിഷാദിക്കുന്നത്? എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ജീവിത പ്രതിസന്ധികൾ നമ്മുടെ മനസ്സിൽ വൈകാരിക കോളിളക്കങ്ങൾ ഉണ്ടാക്കും. അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ദൈവഭക്തർക്കുമൊക്കെ ഈ ആന്തരിക പ്രതിസന്ധികൾ ഉണ്ടാകും. അതിൽ നിന്ന് ആരും സ്വതന്ത്രരല്ല. ദുരിതങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആശ്വാസം പകരുന്നതിന് ദൈവത്തിന് അനേകം സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാണ് തിരുവചനം. യഥാർത്ഥ ആശ്വാസത്തിൻ്റെ ഉറവിടം ദൈവമാണ്. പ്രവർത്തനക്ഷമതയുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളാണ്. 94-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു: കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകും. എത്ര വിസ്മയകരമായ സാന്ത്വന വാക്കുകളാണ് ഇത്! നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മോടൊപ്പം നിൽക്കുവാനും ആരുമുണ്ടായില്ലെങ്കിലും ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആശ്വാസ വചനങ്ങളും നമുക്ക് കൂട്ടായിരിക്കും, ആശ്വാസപ്രദമായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജീവിത ക്ലേശങ്ങളിൽ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആശ്വാസം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. യോഹന്നാൻ 14:27: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമ്മുടെ കർത്താവിൻ്റെ ഈ ആശ്വാസവാക്കുകൾ എത്ര സാന്ത്വനപ്രദമാണല്ലേ! കഴിഞ്ഞകാല ജീവിതത്തിലെ കനത്ത ആഘാതങ്ങളിൽ നിന്നും നമ്മൾ കരകയറിയതും വീണ്ടും ജീവിതയാത്രയിൽ ചുവടുവെച്ചതും
ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടല്ല. നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മെ ശക്തരാക്കിയത് കൊണ്ട് മാത്രമാണ് ജീവിതത്തിലെ സുധീരമായ യാത്ര തുടരാൻ നമുക്ക് കഴിഞ്ഞത്. കർത്താവ് നൽകുന്ന ആശ്വാസം വ്യക്തിപരമാണ്, നമ്മെ അനുദിനം ശക്തരാക്കുന്നതാണ്. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ ആര് സഹായിക്കും, ആര് കൂടെ നിൽക്കും എന്നൊന്നും ഓർത്ത് നമ്മൾ നിരാശപ്പെടരുത്. അരുതാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്, നമ്മിലുണ്ട്. അവൻ കഷ്ടനഷ്ടശോധനകളിലൂടെ നമ്മെ അനുദിനം കൈപിടിച്ചു നടത്തും. ഇതുവരെ നടത്തിയ വിധങ്ങളൊന്നും നമ്മൾ മറക്കരുത്. ഹാഗർ കരഞ്ഞപ്പോൾ മരുഭൂമിയിൽ ഇറങ്ങി വന്ന് നീരുറവ ഒഴുക്കിയ കർത്താവ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. തൻ്റെ സ്നേഹകരങ്ങളിൽ നമ്മെ ചേർത്ത് നിർത്തും. ഒരു മഴയും തോരാതിരിക്കില്ല, ഒരു കണ്ണുനീരും വറ്റാതിരിക്കില്ല. ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരില്ല. ദൈവവചനം ആശ്വാസത്തിൻ്റെ ചാനലാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ ആശ്വാസം പലപ്പോഴും തിരുവചനത്തിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരുവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, നമ്മെ നേരിട്ട് ആശ്വസിപ്പിക്കുകയാണ്. റോമർ 15:4 തിരുവെഴുത്തുകളൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നു. തിരുവചനം നമുക്ക് നൽകുന്നത് സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയുമാണ്. ജീവിത പ്രതിസന്ധികളിൽ ആശ്വാസം തേടി നമ്മൾ ഒരിക്കലും വഴിതെറ്റി അലയരുത്. വഴിതെറ്റി നടക്കുന്ന മനുഷ്യരെ ഒരിക്കലും പിന്തുടരരുത്. പ്രത്യാശയുടെയും സാന്ത്വനത്തിൻ്റെയും ജീവജല നദിയാണ് തിരുവചനം. എത്രയോ ജനകോടികളാണ് അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും കണ്ടെത്തിയത്. ആത്മാവിൻ്റെ ദാഹം തീർക്കുന്ന തിരുവചനത്തിൽ നമ്മൾ എപ്പോഴും മനസ്സുറപ്പിക്കണം. 119 സങ്കീർത്തനം. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കേണമേ. അതുവഴിയാണല്ലോ അങ്ങെനിക്ക് പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് എൻ്റെ ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. ഈ സങ്കീർത്തനക്കാരൻ്റെ തിരുവചനത്തോടുള്ള പ്രതിബദ്ധത എത്ര അത്ഭുതമാണല്ലേ. ജീവിത പ്രതിസന്ധികൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ തിരുവചനം സത്യം വെളിപ്പെടുത്തി തരും. നിരാശയിൽ പ്രത്യാശ നൽകും. അസ്വസ്ഥമായ മനസ്സിനെ ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവിൽ നങ്കൂരമുറപ്പിക്കാൻ സഹായിക്കും. എത്ര അത്ഭുതമാണ് തിരുവചനത്തിൻ്റെ ശക്തിയല്ലേ. ജീവിതയാത്രയിൽ നമ്മൾ വഴിതെറ്റുമ്പോൾ ജീവന്റെ വഴി ചൂണ്ടിക്കാണിക്കുന്ന ദിശാമാപിനിയാണ് തിരുവചനം. ആകാംക്ഷയ്ക്കുള്ള
ആന്റിഡോട്ടായ തിരുവചനം കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയം നിറയ്ക്കണമെന്നാണ് യെശയ്യാ പ്രവചനത്തിലെ ഉപദേശം. 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഉറപ്പ് തരാൻ ലോകത്തിലെ ഒരു മനുഷ്യന്റെ യാതൊരു സംവിധാനങ്ങൾക്കും കഴിയില്ല. എപ്പോഴും ഓർക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിനും സമാധാന ഉടമ്പടിക്കും ഒരിക്കലും മാറ്റം വരില്ല. തിരുവചനം ആശ്വാസം നൽകുക മാത്രമല്ല, ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഉത്കണ്ഠയിൽ നിന്ന് സമാധാനത്തിലേക്കും മനോഭാരത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഭയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കുമൊക്കെ നമ്മുടെ മാനസികാവസ്ഥ മാറ്റുവാൻ, വ്യത്യാസപ്പെടുത്താൻ തിരുവചനത്തിന് അത്ഭുത ശക്തിയുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അത്ഭുതമാണ് തിരുവചനം. യെശയ്യാ പ്രവചനം 26 അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വത സന്തോഷമുണ്ട്. പിന്നെ എന്തിനാണ് സമാധാനവും സന്തോഷവും തേടി നമ്മൾ പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്നത്? ജീവിത പ്രതിസന്ധികളിൽ ദൈവം തിരുവചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗീയ സമാധാനവും സന്തോഷവും സ്നേഹവും നിറയ്ക്കുമ്പോൾ, ജീവിത പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകളും തിരമാലകളുമൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നേറും. ഒരു നിഷേധശക്തിക്കും നമ്മെ തടയുവാൻ കഴിയില്ല. പ്രിയ സഹോദരങ്ങളെ, മനസ്സിൽ വൈകാരിക കൊടുങ്കാറ്റുകളും നിഷേധ ചിന്തകളുമൊക്കെ ആഞ്ഞടിച്ചേക്കാം. പക്ഷേ അവയ്ക്കൊന്നും നമ്മെ കീഴടക്കാൻ പറ്റില്ല. തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം നമ്മുടെ ആശങ്കകളെയും ഭയങ്ങളെയുമൊക്കെ നിർവീര്യമാക്കും, ശാന്തമാക്കും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശയോടെ നമുക്ക് ഈ ആത്മീയ യാത്ര തുടരാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ണും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം അനുദിനം നിറഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ശുഭാശംസകളോടെ
പി ജോർജ് അച്ഛൻ.